ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിലും തിരുവചനം കേട്ട് അനുഗ്രഹിക്കപ്പെടേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോട് അടുത്ത് വരുന്ന സകലരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം വായിക്കുന്നു. 1 പത്രോസ് 3:9. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ദൈവജനത്തോടും പ്രാർത്ഥിക്കുന്നവരോടും ദൈവത്തെ അറിയുന്ന ദൈവജനത്തോടും പത്രോസ് ഉപദേശ രൂപേണ പറയുകയാ, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. എന്തിനാ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്? പ്രബലമായൊരു കാര്യം പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിൻ്റെ അകത്ത് എഴുതി, അനുഭവിക്കേണ്ടതിന്. അനുഗ്രഹം അനുഭവിക്കാനാണ് ഈ തലമുറയിൽ ധാരാളം പേരുള്ളതിൽ നിന്ന് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ വിളിച്ച ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു എങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ അറിയുക, കാണാനും കേൾക്കാനുമല്ല, അതിനേക്കാൾ എത്രയോ ഉന്നതമായ അനുഭവം, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് നിശ്ചയമായിട്ടും വലിയ ദൈവ പ്രവൃത്തികൾ അനുഭവിക്കേണ്ടതിന് ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസം ദൈവം ഓരോരുത്തരെയും ബലപ്പെടുത്തും. കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവത്തിൻ്റെ ജനമേ, മറക്കരുത്, വാഗ്ദത്തങ്ങൾ കേൾക്കാനല്ല, വാഗ്ദത്തങ്ങളെ കുറിച്ച് അറിയാനല്ല, വാഗ്ദത്തങ്ങൾ അനുഭവിക്കേണ്ടതിന് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാ. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിങ്ങൾക്കറിയാമോ, രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാർ 7-ാം അധ്യായം അതിന് 1 തുടങ്ങി താഴോട്ട് വായിക്കുമ്പോൾ ഏലീശ പ്രവാചകൻ ഒരു വലിയ ദൈവാലോചന അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്. ജനത്തോട് പറയുകയാണ്, നാളെ ഈ നേരത്ത് ദൈവം ഈ പട്ടണത്തിൻ്റെ സ്ഥിതിയെ മാറ്റും. ഒരു മനുഷ്യൻ്റെ സ്ഥിതി മാറ്റുക എളുപ്പമാണ്, ഒരു കുടുംബത്തിൻ്റെ സ്ഥിതി മാറ്റുക എളുപ്പമാണ്. എന്നാൽ ഒരു പട്ടണത്തിൻ്റെ സ്ഥിതി മൊത്തമായി മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ നടക്കുവാനിടയായി തീരണം. ആമേൻ. 2 രാജാക്കന്മാർ 7-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഒരു സാധ്യതയുമില്ലാത്ത ഇടത്ത് നിന്നുകൊണ്ട് ഏലീശ ആത്മനിറവിൽ പറയുകയാണ്, നാളെ ഈ നേരത്ത് ശമര്യയുടെ സ്ഥിതിയെ ദൈവം മാറ്റും. എത്ര പേർക്ക് ഇന്ന് രാവിലെ ഹൃദയം കൊണ്ട് ഈ തിരുവചനം ഏറ്റെടുക്കുവാനായി കഴിയും? കണ്ണിൻ്റെ മുൻപിലുള്ളത് മുഴുവനും അസാധ്യങ്ങളാണ്, പ്രതികൂലങ്ങളാണ്, പ്രശ്നങ്ങളാണ്, നടക്കാത്ത കാര്യങ്ങളാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ തിരുവചനം വിശ്വസിക്കാമോ? ദൈവം ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം നൽകി തരും. ഇങ്ങനെ ഒരു ദൂത് പ്രവാചകൻ പറയുമ്പോൾ രാജാവിൻ്റെ അകമ്പടി നായകൻ പറഞ്ഞു, ആകാശത്തിന് കിളിവാതിലുണ്ടാക്കിയാലും ആമേൻ, ഇത് ദൈവത്താൽ അസാധ്യമാണ് എന്ന്. പ്രിയരെ, അക്ഷരാർത്ഥത്തിൽ പ്രവാചകനെ അവിശ്വസിച്ചു എന്നുള്ളതല്ല, ദൈവത്തെ കൂടെ നിന്ദിക്കുവാനിടയായി തീർന്നു. തിരുവചനം താഴോട്ട് പഠിക്കുമ്പോൾ ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറി. എന്നാൽ ഈ അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞവൻ അതിൽ നിന്ന് അനുഭവിക്കുവാനിടയായില്ല. അങ്ങനെയാണെങ്കിൽ നാം തിരിച്ചറിയണം, അവിടെ 2 കൂട്ടം പേരുണ്ട്. ശമര്യയുടെ പടിവാതിലിൽ
ശമര്യയുടെ പടിവാതിലുണ്ടായിരുന്ന അക്ഷാമം മാറിയ ക്ഷേമത്തിൻ്റെ അവസ്ഥ അനുഭവിച്ച വലിയൊരു കൂട്ടം പേരുണ്ട്. എന്നാൽ അത് കണ്ടെങ്കിലും അതിൽ നിന്ന് കയ്യെത്തി പെറുക്കുവാൻ കഴിയാതെ ഒരുവൻ പട്ടണത്തിൻ്റെ വാതിലിൽ മരിച്ചു വീഴുവാനിടയായി തീർന്നു. പ്രിയരെ, കണ്ട് മരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, അനുഗ്രഹം അനുഭവിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത്, കൊതിയോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിശ്ചയമായിട്ടും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെളിപ്പെടുവാനിടയായി തീരും. ക്ഷാമം പിടിച്ച ശമര്യയ്ക്ക് തുല്യമായി കഴിഞ്ഞ ഏതാനും നാളുകൾ കൊണ്ട് കരഞ്ഞും പ്രാർത്ഥിച്ചും അസ്വസ്ഥപ്പെട്ടും ആകുലതയോടെയും നിങ്ങൾ മുൻപിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ? വിശ്വസിക്കുക, ഈ ശമര്യയിലെ ക്ഷാമം മാറുക മാത്രമല്ല, അതനുഭവിക്കുവാൻ ശമര്യയിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ നന്മകൾ അനുഭവിക്കേണ്ടതിന് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. എത്ര പേർക്ക് ഈ തിരുവചനം നെഞ്ചോട് ചേർത്ത് വയ്ക്കുവാനായി കഴിയും? വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു എന്ന് ഈ തിരുവചനത്തിനകത്ത് നിന്ന് എത്ര പേർക്ക് ഏറ്റെടുക്കുവാനായി കഴിയും? നിങ്ങൾക്കറിയാമോ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ തീച്ചൂളയുടെ നടുവിലൂടെ ദൈവത്തിന്റെ പ്രിയദാസന്മാർ ശദ്രക്, മേശക്, അബേദ്നെഗോ നടക്കുമ്പോൾ തിരുവചനം എഴുതിയിരിക്കുന്നത്, നെബൂഖദ്നേസർ ഭ്രമിച്ച് എഴുന്നേറ്റിട്ട് ചോദിച്ചു, 3 പേരെയാണല്ലോ തീക്കകത്തിട്ടത്, എന്നാൽ അതിനകത്ത് മറ്റൊരുവൻ കൂടെയുണ്ട്, 4-മനായ ഒരുവനെ ഞാൻ കാണുന്നു. പ്രിയരെ, ആ അഗ്നികുണ്ഡത്തിന്റെ പുറത്തിരുന്നവർ തീച്ചൂളയ്ക്കകത്ത് നടന്ന 4-മനെ കണ്ടു എങ്കിൽ ആ തീച്ചൂളയിൽ വീണ 3 പേരോട് ചോദിച്ചാൽ പറയും, തലമുടി പോലും കരിഞ്ഞു പോകാതിരിക്കുന്നതിനുള്ള കാരണം പുറത്തിരിക്കുന്നവർ കണ്ടതുപോലെ കാണുകയല്ല, തീയുടെ ശക്തി തിന്നുകളയാതിരിക്കേണ്ടതിന്, തലമുടിയെ കരിച്ചു കളയാതിരിക്കേണ്ടതിന്, മാംസങ്ങളെ എരിച്ചു കളയാതിരിക്കേണ്ടതിന് 4-മന്റെ സാന്നിധ്യം തീച്ചൂളയ്ക്കകത്ത് ഞങ്ങൾ അനുഭവിക്കുകയായിരുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ യേശുവിനെ അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ എൻ്റെ വിഷയം ഇതാണ്: അനുഗ്രഹം കാണാനും കേൾക്കാനുമല്ല, അനുഭവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസവും ചില വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പൊട്ടക്കിണറ്റിൻ്റെ അവസ്ഥയും സിംഹത്തിൻ്റെ കുഴിയും കാരാഗ്രഹവും എരിയുന്ന തീച്ചൂളയുമൊക്കെ ഭക്തന്മാർക്ക് വെളിപ്പാട് പ്രാപിക്കുവാനുള്ള ഇടമായി മാറിയെങ്കിൽ ഈ തലമുറയിലും വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരുടെ മീതെയും അവിടുത്തെ സാന്നിധ്യത്തിന്റെ മഹത്വം ഇറങ്ങുന്നത് കൊണ്ട് നന്ദി. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും, ബലമുള്ള കരങ്ങളിൽ വഹിക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമാണെങ്കിൽ 1-ൽ കൂടുതൽ പേർക്ക് നിങ്ങൾ ഈ ദൈവത്തിന്റെ വചനം അയച്ചു കൊടുക്കുക. അവരും ദൈവിക വിടുതലുകളെ പ്രാപിക്കട്ടെ. ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. സ്ക്രീനിൽ കാണുന്ന നമ്പരുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.